ചേട്ടനൊരു ആവശ്യത്തിന് വേണ്ടി പോവുകയാണ്. അപ്പം നമ്മളും ചുമ്മാ വലിയ കയറി പോവുകയാണ്. മാത്രമല്ല എനിക്ക് ചെറിയൊരു ഗൂഢോദ്ദേശമുണ്ട്. അപ്പം അതൊക്കെ വഴിയേ പറയാം കേട്ടോ. അമൃത്സർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലോട്ട് ആദ്യം വരുന്നത് ഗോൾഡൻ ടെമ്പിൾ തന്നെ ആയിരിക്കും അല്ലേ. അപ്പോൾ ഗോൾഡൻ ടെമ്പിൾ, ജാലിയൻ വാലാബാഗ്, വാഗാ ബോർഡർ, ഈ 3 സ്ഥലങ്ങളാണ് നമുക്കൊരു അമൃത്സർ ട്രിപ്പിൽ ഒരു ദിവസം കവർ ചെയ്യാൻ പറ്റുന്നത്. ഇതിൽ പക്ഷേങ്കിൽ ഞാൻ ആദ്യമേ പറയട്ടെ, ഗോൾഡൻ ടെമ്പിൾ, ജാലിയൻ വാലാബാഗ്, വാഗാ ബോർഡർ, ഈ 3 സ്ഥലത്ത് നമ്മൾ പോയിട്ടില്ല കേട്ടോ. നമ്മളവിടെ കുറേ തവണ പോയിട്ടുണ്ട്. നമ്മൾ 2 പ്രാവശ്യം ഞാൻ വ്ലോഗും ഇട്ടിട്ടുണ്ട് അവിടെ പോയത്. അപ്പോൾ അതുകൊണ്ട് ഇതിനൊന്നും അല്ല നമ്മൾ ഇപ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നത്, ഒരാവശ്യത്തിന് പോയതാണ്. അതുമല്ല നമ്മളൊരു 2 മാസം കഴിയുമ്പം നമ്മുടെ റിലേറ്റീവ്സ് വരുന്നുണ്ട്. അപ്പോൾ അവരെയും കൂട്ടിയിട്ട് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ അന്നേരം ഞാൻ വ്ലോഗ് എടുക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഗോൾഡൻ ടെമ്പിളിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഞാൻ കുറച്ച് ഷോപ്പ് ചെയ്തതൊക്കെ ആയിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സീനത്തെന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റിൽ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയിട്ടുണ്ട്. ഹലോ, അപ്പോൾ രാവിലെ എനിക്ക് ഇൻട്രോ പറഞ്ഞിട്ട് ഇറങ്ങാനുള്ള സമയം കിട്ടിയിട്ടുണ്ടായില്ല. ഞാൻ അതായത് ചേട്ടൻ ഇങ്ങനെ വണ്ടി ബാക്കിലോട്ട് എടുക്കുമ്പോൾ ഗേറ്റിൽ നിന്ന് ഇറക്കുന്ന സമയത്ത് ഞാൻ ഓടിപ്പോയൊരു ഇൻട്രോ പറഞ്ഞായിരുന്നു. പിന്നെ വണ്ടി ഇറക്കിയപ്പോഴേക്ക് ഞാൻ പിന്നെ അങ്ങ് ഓടിപ്പോയി. കാരണം എക്സാമിന് വന്നതാണ് നമ്മൾ അമൃത്സറോട്ട്. അപ്പൊ ചേട്ടൻ എക്സാം എഴുതാൻ പോയേക്കാണ്. അപ്പൊ നമ്മളൊരു റെസ്റ്റോറന്റിൽ കയറി ഇരിക്കുക. കാരണം 2 മണിക്കൂർ എടുക്കും. ആക്ച്വലി 1 അവറിന്റെ എക്സാമേ ഉള്ളൂ. പക്ഷെ പോയി ഇറങ്ങിയൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു 2 മണിക്കൂർ, അതായത് കുറച്ച് നേരത്തെ എക്സാമിന് കയറണം, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അത് കാരണം ആ സമയത്ത് ഒരു 2 മണിക്കൂർ നമ്മള് ഇവിടെ ഒരു അമൃത്സർ തന്നെ ചേട്ടൻ എക്സാം സെന്ററിന്റെ ഓപ്പോസിറ്റ് ഉള്ള ഒരു റെസ്റ്റോറന്റിൽ കയറി ഇരിക്കുകയാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. പതുക്കെ ഓരോന്നോരോന്നായിട്ട് സ്റ്റാർട്ടർ, മെയിൻ കോഴ്സ് എന്നൊക്കെ ഉള്ള രീതിയിൽ പതുക്കെ ഓരോന്ന് പറഞ്ഞിട്ട് ആ ഒരു 2 മണിക്കൂർ എങ്ങനെയെങ്കിലും ഇവിടെ സ്പെൻഡ് ചെയ്യണം. അങ്ങനെ കുറേശ്ശെ ആയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങനെ സ്പെൻഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. ശരിക്കും നമ്മൾ വരേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു. ചേട്ടൻ ഒറ്റയ്ക്ക് വന്ന് എക്സാം എഴുതി പോകേണ്ട കാര്യമുള്ളൂ. പിന്നെ വണ്ടി ഇങ്ങോട്ട് വരികയല്ലേ, അങ്ങനെ വിചാരിച്ചിട്ട് നമ്മള് ചാടി കയറിയതാണ്. ഇന്ന് മക്കൾക്ക് 2 പേർക്ക് സ്കൂളുള്ളതായിരുന്നു. പിന്നെ അവരെ 2നെ വിട്ടില്ല നമ്മള്. ധ്രുവ് പിന്നെ ഓൾറെഡി ചോദിച്ചുകൊണ്ടുണ്ടായിരുന്നു ഇന്നലെ തൊട്ടേ, ഞാൻ ചുറ്റിയെടുത്തോട്ടെ എന്ന്. പിന്നെ ഇന്നലെ നമ്മൾ അങ്ങനെ ഒരു പ്രോപ്പറായിട്ട് നമ്മൾ ഇന്ന് പോകുന്നു അങ്ങനെ ഒന്നും ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ചിലപ്പോ പോയേക്കും, എഴുതണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു. അപ്പൊ പിന്നെ രാവിലെ ധ്രുവ് സ്കൂളിൽ പോകാനായിട്ട് റെഡി ആകുമ്പോഴേക്ക് ചേട്ടൻ പറഞ്ഞ പോവാന്ന് പറഞ്ഞ് അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പം ഞാനും പിന്നെ ഒരു കാര്യം വെച്ചാൽ നമ്മള് എക്സാം എഴുതുക, അതിന്റെ കൂടെ നമുക്ക് വേറെ ചെറിയൊരു ഉദ്ദേശം ഉണ്ട്. അതിനിടയിൽ കൂടെ എനിക്ക് വേറൊരു ഗൂഢോദ്ദേശവും കൂടെ ഉണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് വഴിയെ പറയാം കേട്ടോ. ചേട്ടനൊരു കോഫി മാത്രം കുടിച്ചിട്ട് എക്സാം എഴുതാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ചിക്കൻ പക്കോടയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് ചേട്ടൻ്റെ എക്സാം സെൻറ്റർ ഉണ്ടായിരുന്നത്. നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ, നമ്മളങ്ങനെ പതുക്കെ സ്റ്റാർട്ടറൊക്കെ കഴിച്ചു, കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. അതൊക്കെ തീർന്നതിന് ശേഷം നമ്മൾ പിന്നെ ഒരു ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ചിക്കൻ ഫ്രൈഡ് റൈസാണ്. ഇത് ക്വാണ്ടിറ്റി കുറേ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ 3 പേര് തന്നെയല്ലേ ഉള്ളായിരുന്നു. പിന്നെ പാക്ക് ചെയ്യാനും ഒന്നും പറ്റില്ല. ഞങ്ങളത് അവിടെ ഇരുന്ന് പതുക്കെ ഇരുന്ന് മൊത്തം കഴിച്ച് ഇര വിഴുങ്ങിയ പാമ്പിനെ പോലെ ഇരുന്നു. പിന്നെ ഇരിക്കേണ്ടി വന്നുകൊണ്ട് പിന്നെ നമ്മളൊരു ചോക്ലേറ്റ് ഷേക്കും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ കുടിച്ചപ്പോഴത്തേക്ക് ഞാൻ കളിക്കാൻ ഇറങ്ങി. മോനെവിടാ ഇപ്പം? ഞാനിപ്പോ എവിടാ? മോനിപ്പോ എവിടാ? ഇപ്പൊ എവിടാ? സ്കൂളിലാണോ? സ്കൂളിലാ? അപ്പൊ ഇതാരാ? ചേട്ടൻ എക്സാം ഒക്കെ കഴിഞ്ഞൊരു 2 മണിയാകുമ്പോഴേക്കും എത്തിയിട്ടുണ്ടായി. ലഞ്ചൊന്നും കഴിക്കാൻ നിന്നില്ല. നമ്മൾ നേരെ ഗോൾഡൻ ടെമ്പിളിൻ്റെ അടുത്തോട്ടാണ് കേട്ടോ പോകുന്നത്. ഈ ഗേറ്റ് കഴിഞ്ഞ് ഇങ്ങോട്ട് ചെല്ലുന്നിടത്താണ്. റോഡൊക്കെ കൺജസ്റ്റഡ് ആണ്. വർക്കിംഗ് ഡേ ആയിരുന്നു, എന്നിട്ടും ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ റോഡിൽ. അങ്ങനെ പിന്നെ നമ്മൾ ഈ ഗേറ്റൊക്കെ കഴിഞ്ഞ് നമ്മൾ ഗോൾഡൻ ടെമ്പിൾ പോകുന്നില്ല. ഇതാണ് കേട്ടോ ഞാൻ വന്നിട്ടുണ്ടായിരുന്ന ഒരു ഗൂഢോദ്ദേശം എന്ന് പറഞ്ഞാൽ, എനിക്കൊരു ഫുൾക്കാരി ദുപ്പട്ട വേണമായിരുന്നു. ഇത് കറാച്ചി ദുപ്പട്ടയാണ്. ഇതാണ് ഫുൾക്കാരി വർക്ക് വരുന്നത്. ഇത് മെഷീൻ വർക്കാണ്. ഇതിന് 250 രൂപ ഇട്ടിട്ടാണ് കേട്ടോ. ആദ്യം കാണിച്ച വൈറ്റിന് 250 രൂപയായിരുന്നു. ഇതൊക്കെ മെഷീൻ വർക്ക് ഉള്ളതാണ്. ഒരു 450, 550 ആ റേഞ്ചിലാണ് ഇത് വരുന്നത്. ഇത് ഹാൻഡ് വർക്കാണ് കേട്ടോ. ഇതിനൊരു 650 തൊട്ടിട്ട് 1200 ആ റേഞ്ചിലുണ്ട്. 250 കുറച്ച് നീളം വീതിയും ഇല്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ ആ ഹാൻഡ് വർക്കിൻ്റെ ഒരെണ്ണം എടുത്തിട്ട് ഞാൻ നേരെ പോകുന്നത് ജൂത്തി വാങ്ങിക്കാനാണ് കേട്ടോ. പഞ്ചാബി ജൂത്തി വാങ്ങിക്കാനായിട്ടാണ്. നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു. നമ്മളെ അവരിങ്ങനെ വിളിച്ച് കയറ്റിയതാണ് കേട്ടോ. നല്ല കളക്ഷനുള്ളൊരു കടയിലായിരുന്നു കയറിയത്. അവിടെ സീക്വൻസ് വർക്കിൻ്റെ ഉണ്ടായിരുന്നു, മറ്റേ പേൾ വർക്ക്, ഹാൻഡ് വർക്ക്, പിന്നെ ട്രഡീഷണൽ പഞ്ചാബി ജൂത്തി, ഗുങ്കുരു ഉള്ളത്, അങ്ങനെ കുറേ കളർഫുള്ളായിട്ടുള്ളത്, പിന്നെ പേസ്റ്റൽ കളേഴ്സിലുള്ളത്, അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. അവർ ഒരു മടിയില്ലാണ്ട് നമ്മളെല്ലാം എടുത്ത് കാണിക്കും കേട്ടോ.
അങ്ങനെ പിന്നെ ഞാനാണെങ്കിൽ എനിക്ക് ആ പേസ്റ്റൽ ഗ്രീൻ എനിക്ക് നല്ലോണം ഇഷ്ടമായി. പക്ഷേ അത് എൻ്റെ സൈസിൽ ആ കളർ കിട്ടിയില്ല. പിന്നെ ഞാൻ ഈ വൈറ്റാണ് എടുത്തത്. അങ്ങനെ അതും വാങ്ങിച്ച് ഞാൻ പിന്നെ വണ്ടിയിലോട്ട് നടക്കാം കേട്ടോ. ഇവരാരും വന്നിട്ടുണ്ടായില്ല, ഞാൻ ഒറ്റയ്ക്കായിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ നമ്മൾ അവിടുന്ന് ഇറങ്ങുകയാണ്. ഇത് പേട്രിയോട്ടിക് മ്യൂസിയം ആണ് കേട്ടോ അമൃത്സറിലുണ്ടായിരുന്നത്. അങ്ങനെ അവിടുന്ന് ഇങ്ങനെ പോകുമ്പോൾ എനിക്ക് അടിപൊളി ഒരു വ്യൂ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ പ്രാവ് ഇങ്ങനെ വറക്കുന്നത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ കണ്ട് നമ്മൾ പിന്നെ അവിടുന്ന് പോകുകയാണ്. അപ്പോൾ ഇനി നമ്മൾ ഇങ്ങനൊരു മാർക്കറ്റിൻ്റെ അവിടെ വരുമ്പോഴേക്ക് നമുക്ക് ബ്ലോക്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഗൂഗിൾ മാപ്പ് തപ്പിപ്പോയതുകൊണ്ട് വന്നതാണ്. അങ്ങനെ മെയിൻ ഗേറ്റൊക്കെ നമ്മൾ കഴിഞ്ഞു. നമ്മൾ പോകുന്നത് ഇനിയാണ്. നമ്മൾ എന്തിനാണ് ശരിക്കും നമ്മളെല്ലാവരും കൂടെ വന്നതെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഓണത്തിനായിട്ട് അങ്ങനെ കുറേ തുണിയൊന്നും അങ്ങനെ എല്ലാവർക്കും ഒന്നും എടുത്തിട്ടുണ്ടായില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ച് ഇവിടുന്ന് തുണി എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇത് ഫാക്ടറി ഔട്ട്ലെറ്റ്സ് ആണ് കേട്ടോ, എല്ലാ ബ്രാൻഡഡ് ഷോപ്സിൻ്റെ ഫാക്ടറി ഔട്ട്ലെറ്റ്സ് ആണ്. അപ്പോൾ അവിടെ വരാനായിട്ടായിരുന്നു കേട്ടോ നമ്മൾ എല്ലാവരും കൂടെ വന്നത്. പറഞ്ഞിട്ടുണ്ടായിരുന്ന രണ്ടാമത്തെ കാര്യം, ഞാൻ ഉറങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുണി എടുക്കണമായിരുന്നു. അപ്പോൾ ഇവിടെ ഫാക്ടറി ഔട്ട്ലെറ്റ് ഉണ്ട് അമൃത്സറിൽ. ഇച്ചിരി നമ്മൾ പോകുന്ന വഴിക്ക് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരത്തെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ റീബോക്ക് അങ്ങനെ എല്ലാ ബ്രാൻഡഡ് സാധനങ്ങളും കിട്ടും കേട്ടോ. അപ്പോൾ ധ്യാനിന് നമുക്ക് എല്ലാവർക്കും ഡ്രസ്സ് എടുക്കണം, ധ്യാനൊരു ഷൂസ് എടുക്കണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനായിട്ട് നിർത്തിയാണ് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ ആദ്യം കയറിയത് മദർ കെയറിലായിരുന്നു. കഴിഞ്ഞ തവണ നമ്മൾ ഇവിടെ നിന്ന് ധ്രുവനും ധ്യാന ഡ്രസ്സ് എടുത്തിട്ട് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ ഹാംലീസിൻ്റെ ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ അപ്പോഴേക്ക് ധ്യാനം ഉണർന്നിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ കുരുത്തക്കേട് തുടങ്ങിയിട്ടുണ്ടായി, ഓടിക്കളിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ക്യാൻഡബിൾ എന്ന് പറഞ്ഞിട്ട് വേറൊരു ഷോപ്പിൽ കയറിയിട്ട് ഞാൻ ഇത് ട്രയൽ നോക്കിയത്. ഇതിൽ ആ പാൻസ് മാത്രമേ ഞാൻ എടുത്തുള്ളൂ കേട്ടോ. ടോപ്പ് ഞാൻ വേറൊന്നാണ് എടുത്തത്. അങ്ങനെ അവിടുന്ന് വാങ്ങിച്ചു. എനിക്കും മക്കൾക്കും അവിടുന്ന് വാങ്ങിയിട്ടുണ്ടായി. അങ്ങനെ പിന്നെ കയറിയത് ഇവിടെയൊക്കെ എങ്ങനെ ഓഫർ എന്ന് വെച്ചാൽ buy 2 get 5 get 6 എന്നൊക്കെയാണ് കേട്ടോ. ഈ ബെനറ്റലിൽ മക്കൾക്ക് 3 എണ്ണം എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 50% കിട്ടുമായിരുന്നു. അങ്ങനെ ഇവർക്ക് 3 ടീഷർട്ട്, ഓരോരോ ജീൻസ് അങ്ങനെയൊക്കെ എടുത്തു. അപ്പോഴേക്കും ഞാനൊരു ഫ്രണ്ടിനെ കിട്ടി. അത് ഉമ്മയൊക്കെ കൊടുത്ത് ബൈ ഒക്കെ പറഞ്ഞ് നമ്മൾ ഇറങ്ങുകയാണ് അവിടുന്ന്. നിന്നാണ് കേട്ടോ ശരിക്കും ഇവർക്ക് നല്ലതായിട്ട് ഡ്രസ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ പ്യൂമയിൽ കയറിയിട്ടുണ്ടായിരുന്നു ധ്യാന ഷൂസ് നോക്കാനായിട്ട്. അപ്പോൾ അവിടെ കിഡ്സിൻ്റെ ഷൂസ് ഇല്ലായിരുന്നു. പിന്നെ അലൻസൊല്ലി കയറിയിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് ചേട്ടന് മാത്രമാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ buy 3 get 3 ഉണ്ടായിരുന്നു. പക്ഷേ ആ 3ക്ക് തന്നെ നല്ലൊരു എമൗണ്ട് ആവുന്നതുകൊണ്ട് നമുക്കതൊരു വലിയ ഓഫറായിട്ട് തോന്നുന്നില്ല കേട്ടോ. അങ്ങനെ പിന്നെ അവിടുന്ന് ഇറങ്ങി പിന്നെ ധ്യാനം ഷൂസ് തപ്പി നടന്നിട്ട് സ്കെച്ചേഴ്സിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്നാണ് കേട്ടോ കിഡ്സിൻ്റെ ആകെ ഷൂസ് ഉണ്ടായിരുന്നത്. അങ്ങനെ അവനും ഭയങ്കര ഹാപ്പിയായി. അവന് ഇച്ചിരി ഇപ്പോൾ കറക്റ്റ് ഫിറ്റാണ്. ആ ഒരു ഈ ഒരു എണ്ണേ ഉള്ളായിരുന്നു. ഇതിൻ്റെ മുകളിലോട്ടും താഴത്തെ സൈസ് ഉണ്ടായിരുന്നു, പക്ഷേ ഇതിൽ വലിയ സൈസ് ഉണ്ടായില്ല. അങ്ങനെ അതും എടുത്ത് നമ്മൾ അവിടുന്ന് പോയി. നമ്മൾ KFC ഡ്രൈവ് ത്രൂവിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പം ചിക്കൻ പോപ്കോൺ വാങ്ങിക്കാനായിട്ട് കയറിയതാണ്, പക്ഷെ അതില്ലായിരുന്നു. പിന്നെ സ്ട്രിപ്സ് വാങ്ങിച്ചു. അത് ആ KFC കണ്ടതിൻ്റെ ഒരു സന്തോഷമാണ് കേട്ടോ അത്. അങ്ങനെ പിന്നെ നമ്മൾ സ്ട്രിപ്സ് ഒരെണ്ണം വാങ്ങിയിട്ട് 8 പീസിന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് പിന്നെ നമ്മൾ അപ്പം തന്നെ വണ്ടിയിലിരുന്ന് തന്നെ കഴിച്ചു. അപ്പം തന്നെ നമ്മൾ വേറൊരു പ്ലാൻ ഇട്ടു. ഡിന്നറിനായിട്ട് നമ്മൾ ഹാങ് ഓവറിൽ സ്ഥിരം പോലുള്ള സ്ഥലമാണ്, അവിടെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടേക്ക് നമ്മുടെ ഫ്രണ്ട്സ് അവർ 2 പേരുണ്ട്, അവരങ്ങോട്ട് വരും. അങ്ങനെ പ്ലാൻ ആക്കി. സ്കൂളിൽ പോയോ? അങ്ങനെ നമ്മളൊരു 5 പേരും പിന്നെ മക്കൾസും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൽ ധ്യാനം ആകും ഫ്രണ്ട്സാണ്. അവർ സ്കൂളിൽ ഒരു സ്കൂളിലാണ് പഠിക്കുന്നത്, പക്ഷേ ഒരു ക്ലാസ്സിലൊന്നും അല്ല. പക്ഷേ ഇവർ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് തന്നെ ഫ്രണ്ട്സാണ്. അപ്പോൾ നമ്മളിന്ന് അമൃത്സറോട്ട് രാവിലെ പോകുമ്പോൾ ഇവരെ കണ്ടിട്ടുണ്ടായിരുന്നു, അവർ സ്കൂളിൽ പോകുമ്പോൾ. അങ്ങനെ ഫുഡ് വന്നു. ഇതൊരു ഓഷ്യൻ ബ്ലൂ പറഞ്ഞിട്ടുള്ളൊരു ജ്യൂസായിരുന്നു, കൊള്ളില്ലായിരുന്നു കേട്ടോ. അതിൽ ലെമൺ ജ്യൂസിൽ കളർ കളക്കിയതായിരുന്നു. പിന്നെ ചിക്കൻ ടിക്ക, പിന്നെ ഈ പോപ്കോൺ ചിക്കനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ചോക്ലേറ്റ് ഷേക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ മെയിൻ കോഴ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് റൊട്ടിയും ചിക്കൻ്റെ ഏതോ ഒരു ഗ്രേവി ആയിരുന്നു, അതെനിക്ക് ഓർമ്മയില്ല കേട്ടോ. പിന്നെ നമ്മൾ കുറേ നേരം അവിടെ ഇരുന്ന് കത്തി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനിയും കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇത് നമ്മൾ വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പ് അവർ പോയി. പിന്നെ നമ്മൾക്ക് കോഫി കുടിക്കണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ നമ്മുടെ വീടിന് അടുത്ത് തന്നെയുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ, ഇത് നിക്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ പോയി അത് ചേട്ടൻ അറിയുന്ന ആളാണ്. അവരോട് വിളിച്ച് നമ്മൾ വണ്ടിയിൽ തന്നെ ഇരിക്കുക, അവർ കോഫി കൊണ്ട് തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവരൊക്കെ പറഞ്ഞു. പക്ഷേ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും, കാരണം അവരുടെ മെഷീനെല്ലാം ഓഫ് ചെയ്തിട്ടുണ്ടായി. അതൊക്കെ ചൂടായി വരണമെന്ന് പറഞ്ഞാൽ നമുക്ക് വരും. ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ, നമ്മൾ പറഞ്ഞ് വെയിറ്റ് ചെയ്യാൻ കൊണ്ട് തന്നാൽ മതി പറഞ്ഞു. അങ്ങനെ പിന്നെ അവർ കുറച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് കോഫി കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു.
നല്ല കോഫി ആയിരുന്നു കേട്ടോ. നമ്മൾ ഇതിൻ്റെ അകത്ത് കയറി ഇരുന്നൊക്കെ നമ്മൾ നേരത്തെ കോഫി കുടിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നും ഇത്ര ടേസ്റ്റും തോന്നിയിട്ടില്ല, ഇത്ര ഒരു എന്താ പറയുക, ഇത്ര ക്വാണ്ടിറ്റി ഇല്ലാതെ തോന്നുന്നു കേട്ടോ. ക്വാണ്ടിറ്റിയും കൂടുതലുള്ള പോലെ തോന്നി. കൊണ്ടുവരുമ്പോൾ തന്നെ കോഫിയുടെ സ്മെല്ല് ആ ഒരു കാറ് നിറയെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നല്ല പാട്ടൊക്കെ കേട്ട് നല്ല എൻജോയ് ചെയ്തിരിക്കുന്ന ആ ഒരു മൊമെൻറ്റിൽ ഇരിക്കുന്നതുകൊണ്ടാണോ എന്നറിയത്തില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ വീട്ടിൽ പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.